ഹായ് ഫ്രണ്ട്സ്, ലാലേട്ടൻ്റെ ഏറ്റവും അവൈറ്റഡ് ആയിട്ടുള്ള മൂവി ബറോസ് എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. അത് ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും പോസ്റ്റർ ആയാലും എന്ത് റിലീസ് ആവുകയാണെങ്കിലും നമുക്കതൊരു ക്യൂരിയോസിറ്റിയാണ്. എങ്ങനെ ആയിരിക്കും സംഭവം വരിക, 3Dയിലാണ് വരുന്നത്, അപ്പോൾ എങ്ങനെ ആയിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ലാലേട്ടൻ ഫാൻസൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നോർമലിയാണ് കണ്ടത്. വെർച്വൽ 3D ഫോർമാറ്റിലാണ് റിലീസായിരിക്കുന്നത് ട്രെയിലർ. അത് നമുക്ക് ചെറുതായിട്ടൊരു 3Dയുടെ ഒരു എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ എന്നിട്ട് ഒന്നുകൂടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഫോൺ നല്ല ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഫറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇസബെല്ല, Rimpito di volta di Gama. മറ്റൊരാളെ ഓർത്തു തൂവുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. എങ്ങനെയുണ്ട്? നല്ലൊരു ക്വാളിറ്റി ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. കുറേ വർഷമായിട്ട് ആളിത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും നല്ല പ്രിപ്പറേഷനോടുകൂടി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. ആദ്യം ഒരു ട്രെയിലർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വലിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ മാജിക് എന്നൊക്കെ വേണം പറയാൻ. മലയാളത്തിൽ ഇത്രയും നല്ലൊരു 3D എക്സ്പീരിയൻസ് ഇനിയിപ്പോൾ വരാൻ പോകുന്നു. എല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ആയി തുടങ്ങി. ARM ആയാലും നമുക്ക് 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പോൾ കങ്കുവ തമിഴിൽ ഇറങ്ങിയത് 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കങ്കുവ ഒത്തിരി ബെറ്റർ ആയിരുന്നു. ARMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3D എക്സ്പീരിയൻസിൽ ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബറോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കളറാണ്. അതായത് ഇപ്പോൾ ഓരോന്നും ചിലതൊക്കെ ഭയങ്കര ഡാർക്ക് മോഡിലായിരിക്കും. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മാസ്റ്റർ പീസ് തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കുട്ടികൾക്കായിരിക്കും കൂടുതലും ടാർഗറ്റ് ഓഫ് ഓഡിയൻസ്. ഒരു ഫാമിലി എന്നുള്ള ലെവലിലാണ് ഇത് വന്നേക്കുന്നത്. ഇതുവരെയുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്തും, അതുപോലെ ഈ ട്രെയിലറിൻ്റെ ഒരു തീം, അതിൽ വരുന്ന ഒരു ജോണർ കാണുന്ന സമയത്തും കുട്ടികളെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മൂവി ആയിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബറോസൊക്കെ നല്ല രീതിക്ക് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നല്ലൊരു സിഗ്നേച്ചർ കൂടിയായി. നല്ലൊരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സിനിമകളിൽ ഒരു നല്ല സിനിമയായിട്ട് ബറോസ് മാറും. ഇത് അത്യാവശ്യം നന്നായിട്ട് റീച്ച് ആവുകയാണെങ്കിൽ, ആളുകൾ ഇതിനെ നല്ല അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലിസ്റ്റിൽ ഒരു മൂവി കൂടി, ടോപ്പായിട്ട് നിൽക്കുന്ന മൂവീസിൽ ഈ മൂവി കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ബറോസിൻ്റെ ട്രെയിലർ കണ്ടിട്ട്? അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ളതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.